Good morning my dear students. Welcome to today's online class. ഇന്ന് നമ്മൾ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റത്തിലെ എക്സസൈസ് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റം എന്ന് പറയുന്നത് സെപ്പറേറ്റ് അക്കൗണ്ട് വരയ്ക്കുന്ന സിസ്റ്റമാണ്. അക്കൗണ്ട് വരച്ചാൽ പോസ്റ്റിംഗ് മാത്രമേ ഉള്ളൂ, വേറെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളില്ല. പക്ഷേ എന്നിരുന്നാലും അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്, അതുപോലെ തന്നെ എക്സ്പെൻസസ് അക്കൗണ്ട്, ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അവിടെയൊക്കെയാണ് കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുന്നത്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കൂടിയിട്ടാണ് ടെക്സ്റ്റ് ബുക്കിലെ സൊല്യൂഷൻ ഇല്ലാത്ത എക്സസൈസ് ബുക്കിലെ പ്രോബ്ലംസ് ഇവിടെ വർക്ക് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സമയം കളയുന്നില്ല, നേരിട്ട് ആ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. പേജ് നമ്പർ 239 17th ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ജയ ലിമിറ്റഡ് ഹാസ് എ ബ്രാഞ്ച് അറ്റ് കണ്ണൂർ ടു വിച്ച് ഗുഡ്സ് ആർ ഇൻവോയ്സ്ഡ് അറ്റ് എ സെല്ലിംഗ് പ്രൈസ് വിച്ച് ഈസ് കോസ്റ്റ് പ്ലസ് 25%. ഫോളോയിങ് ഡീറ്റെയിൽസ് ആർ ഗിവൺ. Goods supplied to branch 45,000. Stock at the beginning 10,000. Debtors at the beginning 5,000. Cash sales 20,000. Credit sales 30,000. Goods returned by branch 1,000. Expenses of branch met by head office 3,000. Discount allowed to debtors 100. Returns by customers 500. Shortage of stock 1,000. Cash received from debtors 29,000. Prepare necessary accounts under stock and debtors system in head office books. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് ബോർഡിൽ വർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ 5 അക്കൗണ്ട് വരച്ച് വെച്ചിട്ടുണ്ട്. ഡിഫറെൻ്റ് അക്കൗണ്ട്സ് വരച്ച് ചെയ്യുന്ന മെത്തേഡ് തന്നെ ആയതുകൊണ്ട് ഇവിടെ വരാവുന്ന പ്രധാനപ്പെട്ട അക്കൗണ്ട്സ് ഒക്കെ വരച്ചിട്ടുണ്ട്. ബ്രാഞ്ച് സ്റ്റോക്ക്, അഡ്ജസ്റ്റ്മെൻറ്റ്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ്, ബ്രാഞ്ച് എക്സ്പെൻസസ്. ഇവിടെ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ള 1 by 1 ആയിട്ടല്ല, ഏറ്റവും കൂടുതൽ എഴുതാനുള്ള ഐറ്റം ആയതുകൊണ്ടാണ് ബ്രാഞ്ച് സ്റ്റോക്കും അഡ്ജസ്റ്റ്മെൻറ്റും അങ്ങനെ വരാവുന്നത് കൊണ്ടാണ് വലിയ അക്കൗണ്ട് ആദ്യത്തെ അക്കൗണ്ടുകളായിട്ട് മെയിൻറ്റെയിൻ ചെയ്തത്. അല്ലാതെ വേറെ പ്രയോറിറ്റീസ് ഒന്നുമില്ല. ആദ്യം നമുക്ക് പ്രയോറിറ്റി വേണമെങ്കിൽ ബ്രാഞ്ച് സ്റ്റോക്കിന് കൊടുക്കാം കേട്ടോ. ദെൻ നമുക്കിത് പോസ്റ്റ് ചെയ്യാം. ജയ ലിമിറ്റഡിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ആദ്യം ഗുഡ്സ് സപ്ലൈഡ് ടു ബ്രാഞ്ചാണ്. അപ്പോൾ നമുക്കിവിടെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടോ എന്ന് നോക്കാം. ഓപ്പണിംഗ് ബാലൻസ് സ്റ്റോക്ക് അറ്റ് ബിഗിനിങ് അത് എഴുതിയിട്ട് എഴുതാം നമുക്ക്. സ്റ്റോക്ക് അറ്റ് ബിഗിനിങ് ഉണ്ട്, 10,000 ആണ്. അപ്പോൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ ടു ബാലൻസ് ബ്രോ ഡൗൺ ഓപ്പണിംഗ് ബാലൻസ് ആണ്. എമൗണ്ട് 10,000. തൊട്ട് താഴെ ഡെപ്റ്റേഴ്സ് അറ്റ് ദ ബിഗിനിങ് 5,000 ആണ്. ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഇതാണ്. അപ്പോൾ എന്ത് ചെയ്യാം, അവിടെയും ഓപ്പണിംഗ് ബാലൻസ് എഴുതി വയ്ക്കാം. ടു ബാലൻസ് ബ്രോഡ് ഡൗൺ ഓപ്പണിംഗ് ബാലൻസ് 5,000 ആണ്, 5,000 രൂപയാണ്. അത് എഴുതുക. ഇത് രണ്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഐറ്റം എടുക്കാം. ഗുഡ്സ് സപ്ലൈഡ് ടു ബ്രാഞ്ച്. ഗുഡ്സ് സപ്ലൈഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞാലും ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഒക്കെ സെയിം ആണ്. അപ്പോൾ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് നമ്മൾ സാധാരണ എഴുതുന്ന പേര് എഴുതാം. ഗുഡ്സ് സെൻഡ് എന്ന് മാത്രമേ ഞാനിവിടെ സ്പേസ് കുറവുള്ള കാരണം എഴുതുന്നുള്ളൂ. ഗുഡ്സ് സെൻഡ് 45,000 ആണ്. 45,000. അപ്പോൾ ഈ ജേണൽ എൻട്രി ഒന്ന് പറഞ്ഞു നോക്കുക. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് സെൻഡ് ആണ്. അപ്പോൾ ഗുഡ്സ് സെൻഡിൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് പോസ്റ്റിങ് ഗുഡ്സ് സെൻഡ് അക്കൗണ്ടിൽ, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടിൽ ബൈ സ്റ്റോക്ക്, ബൈ ബ്രാഞ്ച് സ്റ്റോക്ക് നമ്മൾ ബൈ സ്റ്റോക്ക് എന്ന് എഴുതുന്നു. ബൈ സ്റ്റോക്ക് അക്കൗണ്ട് എമൗണ്ട് 45,000. 45,000. Then next cash sales. ക്യാഷ് സെയിൽസ് ആണ്. അപ്പോൾ നമുക്ക് സ്റ്റോക്കിൽ ബൈ ക്യാഷ്
ബൈ ക്യാഷ് എമൗണ്ട് 20,000. അടുത്തായിട്ട് നോക്കുക ക്രെഡിറ്റ് സെയിൽസ്. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുമ്പോൾ ഡെപ്റ്റേഴ്സ് ആണ്. അപ്പോൾ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് എഴുതുന്നു. ഇത് ക്രെഡിറ്റ് സെയിൽസ് നടത്തിയതിനാണ് നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് സെയിൽസ് നടത്തിയ ഉടൻ തന്നെ അത് ഡെപ്റ്റേഴ്സ് ആയിട്ട് മാറുമല്ലോ. പൈസ തരാനുള്ള ആളുകളെയാണ് നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡെപ്റ്റേഴ്സിന് നേരെ 30,000 എഴുതുന്നു. ഇനി ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് ജേർണൽ എൻട്രി എഴുതേണ്ടതുണ്ട്. അവിടെ ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് എഴുതുന്നു 30,000. ദെൻ അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് പോസ്റ്റിംഗ് കഴിഞ്ഞു. ഡെപ്റ്റേഴ്സിൻ്റെ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിലും സ്റ്റോക്ക് അക്കൗണ്ടിലും പോസ്റ്റ് ചെയ്തു. ദെൻ അടുത്ത ഐറ്റം ഗുഡ്സ് റിട്ടേൺ ബൈ ബ്രാഞ്ച് 1000. 1000 രൂപയുടെ ഗുഡ്സ് ബ്രാഞ്ച് റിട്ടേൺ ചെയ്തു അല്ലേ. അപ്പോൾ ബ്രാഞ്ച് സ്റ്റോക്കിൽ എഴുതേണ്ടത് ബൈ ഗുഡ്സ് സെൻഡ് റിട്ടേൺ എമൗണ്ട് 1000 ആണ്. ഇത് റിട്ടേൺസ് ആണ്. 1000 രൂപയുടെ ഗുഡ്സ് ആണ് റിട്ടേൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഗുഡ്സ് റിട്ടേൺ ബൈ ബ്രാഞ്ച് ആണ്. ഗുഡ്സ് റിട്ടേൺ ബൈ ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്നുള്ള ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നുണ്ട്. അതിലേക്കാണ് എന്ത് ചെയ്യുന്നത്, അതിൽ നിന്നാണ്, ആ ബ്രാഞ്ചിൽ നിന്നാണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, ഇതിൻ്റെ കറസ്പോണ്ടിങ് പോസ്റ്റിംഗ് അവിടെ നടത്തണം. ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്, നമ്മൾ സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് എഴുതുന്നു. എത്രയാണ്, 1000. അപ്പോൾ കറസ്പോണ്ടിങ് ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ഐറ്റം ഇവിടെ ബ്രാഞ്ചാണ് റിട്ടേൺ ചെയ്തിട്ടുള്ളത്. കുട്ടികളെ ശ്രദ്ധിക്കുക, കസ്റ്റമേഴ്സ് അല്ല, ബ്രാഞ്ചാണ് റിട്ടേൺ ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ഈസ് എക്സ്പെൻസസ് ഓഫ് ബ്രാഞ്ച് മെറ്റ് ബൈ ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസ് എക്സ്പെൻസസ് മീറ്റ് ചെയ്തിട്ടുള്ളതാണ്. എമൗണ്ട് 3000 ആണ്. സാധാരണ ജേർണൽ എൻട്രി വരിക എന്താണ്, എക്സ്പെൻസസ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് ആണ്. അപ്പോൾ ബ്രാഞ്ച് എക്സ്പെൻസസിൽ ടു ക്യാഷ്. എമൗണ്ട് വരുന്നത് 3000. 3000 രൂപയാണ് എക്സ്പെൻസസ് മീറ്റ് ചെയ്തിട്ടുള്ളത് ഹെഡ് ഓഫീസ്. ആ 3000 രൂപ അവിടെ എഴുതുക. അടുത്ത് ഡിസ്കൗണ്ട് അലൗഡ് ടു ഡെപ്റ്റേഴ്സ്. ഡിസ്കൗണ്ട് അലൗഡ് ടു ഡെപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡെപ്റ്റേഴ്സിനാണ് ഡിസ്കൗണ്ട് അലൗ ചെയ്തിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഡെപ്റ്റേഴ്സ് തരാനുള്ള എമൗണ്ടിൽ എത്ര രൂപ കുറയും, 100 രൂപ കുറയും. രണ്ടാമത്തെ കാര്യം, ആ 100 രൂപ നമുക്കൊരു എക്സ്പെൻസാണ് അല്ലേ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ ബൈ ഡിസ്കൗണ്ട് അലൗഡ് എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ എഴുതുക എക്സ്പെൻസ് അക്കൗണ്ട് എന്നാണ്. ബ്രാക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കൗണ്ട് എന്ന് എഴുതാം. എമൗണ്ട് 100 രൂപയാണ്. ഇതിൻ്റെ കറസ്പോണ്ടിങ് ജേർണൽ എൻട്രി അല്ലെങ്കിൽ കറസ്പോണ്ടിങ് പോസ്റ്റിംഗ് ഇവിടെ വരും. ടു ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ടു ഡെപ്റ്റേഴ്സ് എത്രയാണ് വരിക, 100 രൂപ. കാരണം ഡിസ്കൗണ്ട് കൊടുക്കുന്നത് നമ്മളെ സംബന്ധിച്ച് എക്സ്പെൻസ് ആണ്, ബ്രാഞ്ചിനെ സംബന്ധിച്ച് അത് എക്സ്പെൻസ് ആണ്. അപ്പോൾ അത് രണ്ടും നമ്മൾ എഴുതി കഴിഞ്ഞു. ദെൻ അടുത്തത് റിട്ടേൺ ബൈ കസ്റ്റമേഴ്സ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നേരത്തെ ഈ റിട്ടേൺസ് ബ്രാഞ്ചിൻ്റെ റിട്ടേൺസ് ആണെന്ന് പറയാനുള്ള കാരണം അതാണ്. ഇപ്പോഴത്തെ റിട്ടേൺ എന്ന് പറയുന്നത് റിട്ടേൺസ് ബൈ കസ്റ്റമേഴ്സ് ആണ്. 500 രൂപയുടെ ഐറ്റംസ് റിട്ടേൺ ചെയ്തു, റിട്ടേൺ ബൈ കസ്റ്റമേഴ്സ്. അപ്പോൾ അത് നമ്മുടെ സ്ഥാപനത്തിലുണ്ടാവും. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ത് ചെയ്യുക, ഇവിടെ നമുക്കിവിടെ ഡെപ്റ്റേഴ്സ് ബ്രാക്കറ്റിലെ റിട്ടേൺ എന്ന് എഴുതാം. എമൗണ്ട് എത്ര രൂപയുടെ ഗുഡ്സാണ്, 500 രൂപയുടെ ഗുഡ്സാണ്. അതിവിടെ എഴുതി. ഇനി ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോസ്റ്റിംഗ് ഇവിടെ ഡെപ്റ്റേഴ്സ് എന്നാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സിൽ എന്ത് വരും, ബൈ ബ്രാഞ്ച് സ്റ്റോക്ക്. ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ ഇവിടെ ബൈ ബ്രാഞ്ച് സ്റ്റോക്കാണ്. നമ്മളത് എളുപ്പത്തിന് ബൈ സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് എഴുതുന്നു. എമൗണ്ട് 500. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്തു കേട്ടോ.
അപ്പോൾ 500 രൂപയുടെ എന്താണ് ഡെപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്തു, ഗുഡ്സ് റിട്ടേൺ ചെയ്താണ്. അത് ഡ്യുവൽ ആയിട്ടുള്ള പോസ്റ്റിംഗ് നടത്തി. ഡെപ്റ്റേഴ്സിൽ നമ്മൾ എന്ത് ചെയ്തു, ബൈ റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ ബൈ സ്റ്റോക്ക് എന്നുള്ള രീതിയിൽ എഴുതി. ദെൻ അതുപോലെ തന്നെ ബ്രാഞ്ച് സ്റ്റോക്കിൽ എന്ത് എഴുതി, ഡെപ്റ്റേഴ്സ് എന്നുള്ള രീതിയിൽ പോസ്റ്റ് ചെയ്തു. അടുത്ത ഐറ്റം ഷോർട്ടേജ് ഓഫ് സ്റ്റോക്ക് 1000. അപ്പോൾ സ്റ്റോക്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഷോർട്ടേജ് ഓഫ് സ്റ്റോക്ക്. ഇപ്പോൾ സെയിൽസ് വന്നാലും ഷോർട്ടേജ് വന്നാലൊക്കെ തന്നെ എവിടെയാണ് എഴുതുക, ബൈ സൈഡിലാണ് എഴുതുക. സ്റ്റോക്ക് കുറയുന്നതാണ്. ഷോർട്ടേജ് വന്നിട്ട് ഇവിടെ എത്ര യൂണിറ്റ് ആണ് വന്നിട്ടുള്ളത്, 1000 ആണ്, 1000. അപ്പോൾ 1000 യൂണിറ്റ് ചിലപ്പോൾ നമുക്കിത് ബാലൻസിങ് ഫിഗർ ഒക്കെ ആയിട്ടാണ് കണ്ടുപിടിക്കാൻ പറ്റുക. ഇതിപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുകയാണ്, ഷോർട്ടേജ് ഓഫ് സ്റ്റോക്ക് 1000 എന്ന് തന്നിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഷോർട്ടേജ് ഓഫ് സ്റ്റോക്ക് നമ്മുടെ എക്സ്പെൻസ് ആയിട്ടാണ്, അല്ലെങ്കിൽ എക്സ്പെൻസ് പോലെ വരുന്ന ഒരു ഐറ്റമാണ്. പക്ഷെ അത് എക്സ്പെൻസ് അക്കൗണ്ടിലേക്ക് എടുക്കാൻ സാധിക്കില്ല. അത് ചെയ്യാൻ പറ്റാവുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് ഷോർട്ടേജ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ശരിക്കും ഷോർട്ടേജ് എന്നല്ല എഴുതേണ്ടത്. ഇവിടെ ശരിക്കും എന്താണ്, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടാണ്. ബ്രാക്കറ്റിലാണ് എന്ത് ചെയ്യേണ്ടത്, ഷോർട്ടേജ് എഴുതേണ്ടത്. ഇനി ഇവിടെ എന്ത് ചെയ്യണം, ടു ബ്രാഞ്ച് സ്റ്റോക്ക് ബ്രാക്കറ്റിൽ എന്ത് ചെയ്യാം, ഷോർട്ടേജ്. എത്ര രൂപയുടെ സ്റ്റോക്കാണ്, 1000 രൂപയുടെ ഗുഡ്സ് ഷോർട്ടേജ് ആണ്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻട്രി കഴിഞ്ഞു. അടുത്ത ഐറ്റം ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് 29,000 ആണ്. ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അത് എവിടെ എഴുതേണ്ടതാണ്, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സിനെ കുറയ്ക്കുന്നതാണ്. അപ്പോൾ ബൈ ക്യാഷ്, ഡെപ്റ്റേഴ്സിൽ ബൈ ക്യാഷ് എമൗണ്ട് 29,000, 29,000. അപ്പോൾ ഇനി നമുക്കൊന്നും എല്ലാ ഐറ്റംസും ഒന്നുകൂടി ചെക്ക് ചെയ്യുക. എല്ലാ ഐറ്റംസും നമ്മൾ എടുത്തില്ലേ എന്ന് ഒന്നുകൂടി എല്ലാവരും തന്നെ ചെക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത് ഓരോ ഇതായാലും ഓരോ അക്കൗണ്ട് ആയാലും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതാണ്. ഇത്രയായി എന്ത് ചെയ്യാം, ഇത് നമുക്ക് കൃത്യമായിട്ട് ഓരോരോ ഐറ്റംസ്. ഇനി നമുക്ക് കുറച്ച് ഐറ്റംസ് കൂടി എഴുതാനുണ്ട്. ഇപ്പോൾ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എഴുതിയിട്ടില്ല. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം, ഒന്ന് നമ്മുടെ ബാലൻസ് ചെയ്ത് കൊടുക്കണം, നമ്മുടെ ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് ബാലൻസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യണം. 2 ആ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൻ്റെ റിസർവ് ഒക്കെ മാറ്റേണ്ടതുണ്ട്. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. 2 സൈഡ് ഈക്വലായിട്ട് വരയ്ക്കാം. എന്നിട്ട് ഒറ്റ ഗ്ലാൻസിൽ നോക്കുക എവിടെ കൂടുതലെന്ന്. ഇവിടെ ഇപ്പോൾ 50, 52, ഇവിടെ 45, 10, 55 വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് കൂടുതൽ. 45, 10, 55, 500. ഇവിടെ 30, 20, 50, 52 വരുന്നത്. അപ്പോൾ അവിടെ ബാലൻസിങ് ഫിഗറായിട്ട് വരുന്നത് നമുക്കറിയാം 3500 രൂപയാണ്. അതവിടെ എഴുതി വയ്ക്കുക. ക്ലോസിംഗ് ബാലൻസ് ആണ്. ഞാനത് ബാലൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്. ബാലൻസ് ക്യാരി ഡൗൺ ബ്രാക്കറ്റിലെ ബാലൻസിങ് ഫിഗർ. ഇത് നമ്മൾ ബാലൻസ് ചെയ്ത് കണ്ടുപിടിച്ചതാണ് എന്നറിയാൻ വേണ്ടി ബാലൻസിങ് ഫിഗർ എഴുതി വെച്ചു. അടുത്ത ഐറ്റം നമുക്ക് മറ്റ് ഐറ്റംസൊക്കെ എല്ലാം തന്നെ ചെയ്യേണ്ടതാണ്. എങ്കിലും നമുക്ക് ബ്രാഞ്ച് എക്സ്പെൻസസിലൊന്നും ഇനിയൊന്നും എഴുതാനില്ല. എക്സ്പെൻസൊക്കെ നമ്മൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞാണ്. അപ്പോൾ ഇത് ക്ലോസ് ചെയ്തിട്ട് അതും ട്രാൻസ്ഫർ ചെയ്യാം. ഇവിടെ 3100 ആണ്. അതിന് അപ്പുറത്തേക്ക് എടുത്ത് എഴുതുക 3100. ഇപ്പോൾ ഇവിടെ ബാലൻസിങ് ഫിഗർ 3100. ഈ എക്സ്പെൻസിലെ ബാലൻസ് വന്നിട്ടുള്ളത് എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, ബൈ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടാണ്, നമ്മളത് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് എഴുതുന്നു. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ബ്രാക്കറ്റിൽ ഇത് ബാലൻസിങ് ഫിഗറാണ്. ഇത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ബാലൻസിങ് ഫിഗർ നമുക്കറിയാം. ബാലൻസിങ് ഫിഗറാണ്. അത്
ബാലൻസ് ചെയ്ത് കണ്ടുപിടിച്ചാണെന്ന് അറിയാൻ വേണ്ടി. ഇതറിയാൻ നമുക്ക് ഒറ്റമോട്ടത്തിൽ അറിയാവുന്നതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്, അത് ആ കറസ്പോണ്ടിങ് എൻട്രി ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇവിടെ ബൈ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ടു എക്സ്പെൻസസ് അക്കൗണ്ട് എത്രയാണ്, 3100. ഇനി പ്രധാനമായിട്ടും ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളത് ഈ ലോഡാണ്. ലോഡ് എന്ന് പറയുന്നത് പ്രോഫിറ്റിൻ്റെ കണ്ടൻറ്റിനെയാണ് ലോഡ് എന്ന് പറയുന്നത്. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ പ്രോഫിറ്റിൻ്റെ കണ്ടൻറ്റ് ഇവിടേക്ക് എഴുതണം. അപ്പോൾ അത് ബൈ സ്റ്റോക്ക് റിസർവ് ബ്രാക്കറ്റിലെ 10,000. ഇനി നമുക്ക് റിസർവ് എത്രയാണെന്ന് നോക്കണമെന്ന് നോക്കിയിട്ടില്ല. ഇവിടെ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ കോസ്റ്റ് പ്ലസ് 25% ആണ്. സെല്ലിംഗ് പ്രൈസ് വിച്ച് ഈസ് കോസ്റ്റ് പ്ലസ് 25% എന്ന് പറയുമ്പോൾ കോസ്റ്റിൻ്റെ 25% എന്ന് പറയുമ്പോൾ 1/4 ആണ്, 1/4 അല്ലേ. അപ്പോൾ സെയിൽസിൻ്റെ 1/5. അപ്പോൾ ഇവിടെയും 1/5 തന്നെയാണ്. 10,000ൻ്റെ 1/5 ഭാഗം അപ്പോൾ എത്രയാണ് വരിക, 2000. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത ഐറ്റം ഗുഡ്സ് സെൻറ്റിൻ്റെ സ്റ്റോക്ക് റിസർവ്. അപ്പോൾ അതും എഴുതാം ബൈ ഗുഡ്സ് സെൻറ്റ് ബ്രാക്കറ്റിൽ റിസർവ് 45,000 ഇൻറ്റു 1/5. ഇപ്പോൾ ഇവിടെ 45,000ൻ്റെ 1/5 എന്ന് പറയുമ്പോൾ എത്ര വരും ഗുഡ്സ് സെൻറ്റിൻ്റെ? ഇവിടെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്, നമുക്ക് റിട്ടേൺ കൂടി ഉണ്ട്. 45,000ൻ്റെ വരില്ല. അപ്പോൾ 45,000 മൈനസ് 1,000 ആണ്. അപ്പോൾ 44,000ൻ്റെ വരുള്ളൂ. ശ്രദ്ധിക്കുക കേട്ടോ, നമുക്കെപ്പോഴും ഗുഡ്സ് സെൻറ്റിൻ്റെ റിസർവിൻ്റെ കാണുമ്പോൾ സ്റ്റോക്ക് റിസർവ് കാണുന്ന സമയത്ത് നെറ്റ് വാല്യൂവിൻ്റെയാണ് കാണുന്നത്. 45,000ൻ്റെ ഗുഡ്സ് സെൻഡ് ചെയ്തു, പക്ഷേ 1,000ൻ്റെ ഗുഡ്സ് എന്ത് ചെയ്തു, റിട്ടേൺ ചെയ്തു. 1,000ൻ്റെ ഗുഡ്സ് റിട്ടേൺ ചെയ്ത കാരണം കൊണ്ട് 44,000ൻ്റെ 1/5 ആണ് കാണേണ്ടോ. ആ 44,000ൻ്റെ 1/5 എന്ന് പറയുമ്പോൾ അത് 8,800. 8,800. ദെൻ നെക്സ്റ്റ് അത് രണ്ടും ആയി കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം, ഇനി അവിടെ ഒരു ക്ലോസിംഗ് ബാലൻസ് ഉണ്ട് സ്റ്റോക്കിൻ്റെ തന്നെ. അതിൻ്റെ സ്റ്റോക്ക് റിസർവ് ഈ ഡെബിറ്റ് ചെയ്യണം. സ്റ്റോക്ക് റിസർവ് ക്ലോസിംഗ് ബാലൻസ് എത്രയാണ്, 3,500 ഇൻറ്റു 1/5. അപ്പോൾ 3,500ൻ്റെ 1/5 എന്ന് പറയുമ്പോൾ 700 വരും, 700. അപ്പോൾ സ്റ്റോക്ക് റിസർവ് എല്ലാം തന്നെ നമ്മൾ എഴുതി കഴിഞ്ഞു. ഒരു ഓപ്പണിംഗ് ബാലൻസിൻ്റെ, ഗുഡ്സ് സെൻറ്റിൻ്റെ, ദെൻ എന്താണ് ഒരു ക്ലോസിംഗ് ബാലൻസിൻ്റെ ഒക്കെ തന്നെ നമ്മൾ എഴുതി കഴിഞ്ഞു. മനസ്സിലായോ? ഇനി വേറൊന്നും അവിടെ എഴുതാനില്ല. അപ്പോൾ അതും ആ അക്കൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാലൻസ് ചെയ്യാം. $10,800 അതന്നെ അപ്പുറത്തേക്ക് എഴുതുക. 10,800. ഇവിടെ 3,000 പ്ലസ് 1,000 4,800 ആണ് ടോട്ടൽ വരിക. 4,800 ആണ് വരിക. 4,800 എന്ന് പറയുമ്പോൾ 6,000 ആണ് വരുന്നത്. അത് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നത് സാധാരണ പോലെ തന്നെ ജനറൽ P&L അക്കൗണ്ടിലേക്കാണ് അത് ബാലൻസ് ചെയ്യുക. ബാലൻസിങ് ട്രാൻസ്ഫർ ചെയ്യുക ടു ജനറൽ P&L അക്കൗണ്ട് ബ്രാക്കറ്റിലെ ബാലൻസിങ് ഫിഗർ. ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബ്രാക്കറ്റിൽ എന്ത് എഴുതുന്നു, ബാലൻസിങ് ഫിഗർ. അടുത്തത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ആണ്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ബെഡ് അതല്ലെങ്കിൽ അതിൻ്റെ ലോഡ് അതുമല്ലെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റിൻ്റെ ഭാഗം അത് മാറ്റി ബാക്കിയുള്ളത് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതാണ് അതിൻ്റെ ആ അക്കൗണ്ടിൻ്റെ റിസൾട്ട് അങ്ങനെയാണ് വരിക. അപ്പോൾ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ എല്ലാ ട്രാൻസാക്ഷൻസും എഴുതി കഴിഞ്ഞതിന് ശേഷം അതിൽ ലോഡ് കൂടി എന്ത് ചെയ്യണം, അവിടെ
പോസ്റ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ ആ ലോഡ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഗുഡ്സ് സെൻഡിൽ 45,000 മൈനസ് 1000, അപ്പോൾ 44,000. 45,000 ആകെ ഗുഡ്സ് സെൻഡ് ചെയ്തിട്ടുള്ളത്. അതിൽ 1000 രൂപയുടെ ഗുഡ്സ് റിട്ടേൺ ചെയ്തു. അപ്പോൾ 44,000 ആണ് വരുന്നത്. അതിൻ്റെ ലോഡ് എന്ന് പറയുന്നത് 8,800 ആണ് അല്ലേ. അപ്പോൾ ടു ഗുഡ്സ് സെൻഡ് എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ജേർണൽ എൻട്രി എന്താണ്? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്കത് എന്ത് ചെയ്യണം? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിലെ ലോഡ് ഡെബിറ്റ് ചെയ്യണം ടു അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ബ്രാക്കറ്റിൽ എന്താണ്? ലോഡ് എന്ന് പറയുന്നത് പ്രോഫിറ്റിൻ്റെ കണ്ടൻ്റ് ആണ്. ഈ പോസ്റ്റിംഗ് ആണ്, ഇതിൻ്റെ കറസ്പോണ്ടിങ് പോസ്റ്റിംഗ് തന്നെയാണിത്. 8,800. ഇത്രയായി കഴിഞ്ഞാൽ അത് നമുക്ക് ബാലൻസ് ചെയ്യാം. ഇവിടെ തന്നെയാണ് കൂടുതൽ 45,000. അത് ഇപ്പുറത്തേക്ക് എഴുതുക 45,000. അപ്പോൾ 9,800 ആണ് അതിൻ്റെ ഡെബിറ്റ് സൈഡിലെ ടോട്ടൽ. അത് എവിടെ നിന്ന് കുറയ്ക്കുക? 45,000 നിന്ന് കുറയ്ക്കുമ്പോൾ 35,200 കിട്ടും. 35,200 കിട്ടും. ഇതാണ് എവിടേക്ക് മാറ്റേണ്ടത്? ഇതാണ് ടു ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതേണ്ടത്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിലാണ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. 2 എന്ന് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല, അത് ആദ്യത്തെ ആയിട്ടല്ലല്ലോ. ട്രേഡിംഗ് അക്കൗണ്ട് ബ്രാക്കറ്റിൽ ബാലൻസിങ് ഫിഗർ. അത് ബാലൻസ് ചെയ്ത് കണ്ടുപിടിക്കുന്ന എമൗണ്ട് ആണ്, അതുകൊണ്ട് ബാലൻസിങ് ഫിഗർ. അടുത്ത ഐറ്റം, അടുത്ത അക്കൗണ്ട് എന്ന് പറയുന്നത് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ആണ്. അത് നമുക്ക് ഏറെക്കുറെ കിട്ടിയിട്ടുള്ള ഒരു അക്കൗണ്ടാണ്. അതിൽ ക്ലോസിംഗ് ബാലൻസ് കൂടിയാണ് കിട്ടാനുണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ തന്നെയാണ് കൂടുക. 35,000. അപ്പോൾ 29,000 29,600 29,600 ആണ് വരുന്നത്. അപ്പോൾ 5,400 ആണ് എമൗണ്ട് വരിക. $5,400 ആണ്. അത് വേറെ ഒന്നല്ല, ക്ലോസിംഗ് ബാലൻസ് ആണ്. 5,400 എന്ന് പറയുന്നത് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഡെപ്റ്റേഴ്സ് ആണ്. അപ്പോൾ അതെന്ത് ചെയ്യാം? ബൈ ബാലൻസ് ക്യാരി ഡൗൺ. ബ്രാക്കറ്റിൽ എന്ത് ചെയ്യുക? ബാലൻസിങ് ഫിഗർ. ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളൂ. അപ്പോൾ നമ്മളിവിടെ എല്ലാ അക്കൗണ്ടുകളും 1 by 1 ആയിട്ട് ക്ലോസ് ചെയ്ത് വന്നു. അതിൽ സ്റ്റോക്ക് അക്കൗണ്ട്, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് എന്നുള്ള ഐറ്റംസൊക്കെ സാധാരണ ക്ലോസിംഗ് ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാലൻസ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബാലൻസ് ചെയ്യുന്നത്. അല്ലാത്ത അക്കൗണ്ടുകൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട്. അതുപോലെ തന്നെ ബ്രാഞ്ച് എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ക്ലോസ് ചെയ്തിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്കാണ് ചെയ്യുന്നത്. അതുപോലെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് നമ്മൾ ഇതിൻ്റെ റിസൾട്ട് ട്രേഡിംഗ് അക്കൗണ്ടിലേക്കാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ശ്രദ്ധിക്കാനുള്ളൂ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പേജ് നമ്പർ 239 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. എ ഹെഡ് ഓഫീസ് ഇൻവോയ്സ് ഗുഡ്സ് ടു ഇറ്റ്സ് ന്യൂ ബ്രാഞ്ച് അറ്റ് എ മാർക്കപ്പ് ഓഫ് 1/6 ഓൺ ഇൻവോയ്സ് പ്രൈസ്. ദ ഫോളോയിങ് ആർ ദ ട്രാൻസാക്ഷൻസ് ടുക്ക് പ്ലേസ് ഡ്യൂറിംഗ് ദ ഇയർ. Goods sent to branch at invoice price 1,20,000. Cash sent to branch for expenses 4,000. Goods returned by branch to head office 7,200. ഇത്ര കഴിഞ്ഞിട്ടില്ല. Cash sales 30,000. Credit sales 70,000. Cash remitted to head office 90,000. Goods returned by debtors 3,000. അസർട്ടൈൻ ദ റിസൾട്ട് ബൈ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റം. ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇത്ര അക്കൗണ്ട് വരയ്ക്കണം എന്ന് പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ഡയറക്ഷനൊന്നുമില്ല. അപ്പോൾ എങ്ങനെ മാക്സിമം നമ്പർ ഓഫ് അക്കൗണ്ട്സ് കുറച്ച് വർക്ക് ചെയ്യാം എന്നുള്ളതാണ്
അതുകൂടിയാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു അക്കൗണ്ട് കൂടി കൂട്ടാം. എന്താണ്, എക്സ്പെൻസ് അക്കൗണ്ട് കൂട്ടാം. അങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള അക്കൗണ്ട്സ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്പേഴ്സ് കൂട്ടിയിട്ട് വരയ്ക്കാം. അതില്ലാതെയും നമുക്ക് എന്ത് ചെയ്യാം, ഇത് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഇനി ഞാൻ എന്ത് ചെയ്യാം, ഇത് ഓരോന്നോരോന്നായിട്ട് നോക്കാം നമുക്ക്. ആദ്യം ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അറ്റ് ഇൻവോയ്സ് പ്രൈസ് ആണ്. അപ്പോൾ അത് എഴുതുന്നതിന് തൊട്ട് മുൻപായിട്ട് നോക്കേണ്ടത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ബ്രാഞ്ച് ഉണ്ടോ നോക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അത് എഴുതുക. ഇല്ല, കാണാനില്ല, പറഞ്ഞിട്ടില്ല. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ബ്രാഞ്ച് ഇല്ല. അപ്പോൾ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അറ്റ് ഇൻവോയ്സ് പ്രൈസ് തന്നെ ആദ്യത്തെ ഐറ്റം തന്നെ എടുക്കുക. അതിൽ അത് തന്നെ എഴുതുക. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എമൗണ്ട് 1,20,000. അടുത്തായിട്ട് നോക്കാം. അപ്പോൾ ഈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്നുള്ള അക്കൗണ്ട് വരച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇത് പോസ്റ്റ് ചെയ്യണം. ബൈ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് എഴുതണം. നമ്മൾ ആ അക്കൗണ്ട് ഒഴിവാക്കിയിരിക്കുകയാണ്. മിനിമം അക്കൗണ്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാം എന്നുള്ളതാണ് കേട്ടോ. പ്രത്യേകിച്ച് അക്കൗണ്ടുകളൊന്നും വരയ്ക്കാൻ ഇവിടെ ആവശ്യപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് അക്കൗണ്ട് വേണമെന്ന് റിസൾട്ട് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ റിസൾട്ട് മാത്രം കാണാൻ പറഞ്ഞാൽ വരയ്ക്കേണ്ടുന്ന അത്യാവശ്യം അക്കൗണ്ടുകൾ മാത്രം. റിസൾട്ട് എന്ന് പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. കുട്ടികൾ ശ്രദ്ധിക്കുക. ഇതല്ലാത്ത ഏത് ക്വസ്റ്റ്യൻ വന്നാലും തിരിച്ച് അതിൻ്റെ മാർക്ക് അനുസരിച്ച് 6-7 അക്കൗണ്ടൊക്കെ മാക്സിമം അക്കൗണ്ട് വരയ്ക്കാൻ പറ്റിയത്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, അതുപോലെ തന്നെ എക്സ്പെൻസ് അക്കൗണ്ടൊക്കെ വരച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ പ്രത്യേകിച്ച് റിസൾട്ട് മാത്രം ചോദിച്ച കാരണം കൊണ്ട് പറ്റുവാണെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രം വരച്ചാൽ മതി. പക്ഷേ അതുകൊണ്ട് കുറേ ഇൻഫർമേഷൻ മിസ്സിങ് ആയിരിക്കും. അതുകൊണ്ടാണ് മിനിമം അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോ. അടുത്ത് ക്യാഷ് സെൻഡ് ടു ബ്രാഞ്ച് ഫോർ എക്സ്പെൻസസ്. അടുത്ത ഐറ്റം എന്ന് പറയുന്ന എക്സ്പെൻസസിന് ആയിട്ട് ഒരു 4,000 രൂപ നമുക്ക് ക്യാഷ് സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമുക്കത് എക്സ്പെൻസ് അക്കൗണ്ടിലാണ് എഴുതുക. അപ്പോൾ ഇവിടെ എക്സ്പെൻസ് അക്കൗണ്ട് ഇല്ലാത്ത കാരണം കൊണ്ട് അത് എന്ത് ചെയ്യുന്നു, അത് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. എമൗണ്ട് 4,000, 4,000. അടുത്തത് ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച് ടു ഹെഡ് ഓഫീസ്. ബ്രാഞ്ചിൽ നിന്ന് ഹെഡ് ഓഫീസിലേക്ക് ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്നു. അതായത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് റിട്ടേൺസ്. അപ്പോൾ അത് സ്റ്റോക്ക് അക്കൗണ്ടിൽ തന്നെയാണ് അതിൻ്റെ പോസ്റ്റിംഗ് വരിക. ബൈ ഗുഡ്സ് സെൻഡ് ബ്രാക്കറ്റിൽ റിട്ടേൺസ്, ഹെഡ് ഓഫീസിലേക്ക് റിട്ടേൺ ചെയ്യുന്നതാണ്. അതിൻ്റെ എമൗണ്ട് 7,200, 7,200. ദെൻ അടുത്ത ഐറ്റം. അപ്പം 3 ഐറ്റംസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ടിക്ക് ചെയ്യുക. എടുത്ത ഐറ്റംസ് ഒക്കെ ടിക്ക് ചെയ്യുക. അടുത്ത ഐറ്റം ക്യാഷ് സെയിൽസ് ആണ്. ക്യാഷ് സെയിൽസ് എന്ന് പറയുമ്പോൾ നമുക്കത് സ്റ്റോക്കിനെ ബാധിക്കും. ബൈ ക്യാഷ് എമൗണ്ട് 30,000. $30,000. അടുത്തത് ക്രെഡിറ്റ് സെയിൽസ്. ക്രെഡിറ്റ് സെയിൽസ് ആകുമ്പോൾ ഡെപ്റ്റേഴ്സ് ആണ്. ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ്, നമ്മൾ വെറുതെ ഡെപ്റ്റേഴ്സ് എന്ന് എഴുതിയാലും മതി. ഡെപ്റ്റേഴ്സ് എമൗണ്ട് വരുന്നത് 70,000. അപ്പോൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് പോസ്റ്റിംഗ് ഇവിടെ നടത്താം. ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് എത്രയാണ്? 70,000. കഴിഞ്ഞാൽ അടുത്ത ഐറ്റം ക്രെഡിറ്റ് സെയിൽസ് കഴിഞ്ഞാൽ അടുത്ത ഐറ്റം ക്യാഷ് റെമിറ്റഡ് ടു ഹെഡ് ഓഫീസ്.
ഇവിടെ നമുക്കറിയേണ്ടത് ക്യാഷ് റെമിറ്റഡ് ടു ഹെഡ് ഓഫീസ് അല്ല, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് ആണ് നമുക്ക് അറിയേണ്ടത്. നമുക്കിവിടെ വേണ്ടത് ബൈ ക്യാഷ് ആണ്, ഇതാണ് അറിയേണ്ടത്. പക്ഷേ ഇത് നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുള്ളത്. ഇൻഡയറക്റ്റ് ആയിട്ട് തരിക എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെഡ് ഓഫീസിലേക്ക് അടച്ചിട്ടുള്ള ക്യാഷ് റെമിറ്റഡ് ടു ഹെഡ് ഓഫീസ് 90,000 ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഇൻഡയറക്റ്റ് ആണ്. ഓൾറെഡി ക്യാഷ് സെയിൽസ് 30,000 ഉണ്ട് അല്ലേ? അപ്പോൾ ഹെഡ് ഓഫീസിലേക്ക് അടച്ചിട്ടുള്ള 90,000 മൈനസ് ക്യാഷ് സെയിൽസ് 30,000. ക്യാഷ് സെയിൽസിൽ നിന്ന് കിട്ടിയ 30,000, ബാക്കിയുള്ള എമൗണ്ട് മുഴുവൻ എവിടെ നിന്ന് കിട്ടിയതാണ്? റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് ആണ്. കാരണം വേറെ ബിസിനസ് ഒന്നും ഇല്ലാത്ത, ഒരു ട്രാൻസാക്ഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു ബ്രാഞ്ച് ഹെഡ് ഓഫീസ് ബിസിനസ്സാണിത്. അപ്പോൾ 60,000 രൂപയാണ് നമുക്ക് എവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്? ഡെപ്റ്റേഴ്സിന്. അപ്പോൾ ഇത് ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്നതെന്ന് മാത്രം. അപ്പോൾ ഇതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, ശ്രദ്ധിക്കേണ്ടതാണ്. അത് എന്ത് ചെയ്യണം? നന്നായിട്ട് കുട്ടികൾ ശ്രദ്ധിക്കുക. ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് ശ്രദ്ധിക്കുക. ദ നെക്സ്റ്റ് ഈസ് ഗുഡ്സ് റിട്ടേൺ ബൈ ഡെപ്റ്റേഴ്സ് 3,000. ഗുഡ്സ് റിട്ടേൺ ബൈ ഡെപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഡെപ്റ്റേഴ്സിൽ എഴുതണം. 3,000 രൂപ റിട്ടേൺ ചെയ്തിട്ടുണ്ട് ഡെപ്റ്റേഴ്സിൽ ബൈ സ്റ്റോക്ക് ബ്രാക്കറ്റിൽ റിട്ടേൺസ് എഴുതുക. എത്ര രൂപയാണ്? 3,000 ആണ്. ഇതിൻ്റെ കറസ്പോണ്ടിങ് പോസ്റ്റിംഗ് ഇത് സ്റ്റോക്കാണ്, സ്റ്റോക്ക് റിട്ടേൺ വന്നതാണ്. അപ്പോൾ അത് ബ്രാഞ്ച് സ്റ്റോക്കിൽ ഉണ്ടായിരിക്കും. അത് അവിടെ നമ്മൾ എന്ത് ചെയ്യും? ടു ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് എത്രയാണ്? 3,000. ഇനി നമ്മളെല്ലാം എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഒന്നുകൂടി എല്ലാ ഐറ്റംസ് എടുത്തിട്ടില്ലേ എന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്യാം. പക്ഷെ ഇവിടെ ഒരു കാര്യം കൂടി നമുക്ക് എഴുതാനുണ്ട്. ഇവിടെ ഇൻവോയ്സ് പ്രൈസിലാണ്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മൾ ഇനിയും എടുക്കാനുണ്ട്. കാരണം ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഓപ്പണിംഗ് സ്റ്റോക്ക് ഇല്ലാത്ത കാരണം കൊണ്ട് അതിൻ്റെ ലോഡില്ല. പക്ഷേ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൻ്റെ ലോഡ് നമുക്ക് എഴുതണം. ബൈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് റിസർവ്. എങ്ങനെയാണ് എഴുതുക? 1,20,000 ഗുഡ്സാണ് നമ്മൾ അയച്ചിട്ടുള്ളത്. അതിൽ നിന്ന് റിട്ടേൺഡ് എത്ര കുറയ്ക്കണം? 7,200 കുറയ്ക്കണം. ദെൻ ഇൻറ്റു എത്രയാണ്? ഇതിൽ പറഞ്ഞിട്ടുള്ളത് നോക്കുക. ഇതിൽ 1/6 ആണ് അല്ലേ? അപ്പോൾ പ്രോഫിറ്റ് വരുന്നത് 1/6 ആണ്. അപ്പോൾ 1/6. അപ്പോൾ 1,20,000 നിന്ന് 7,200 കുറയ്ക്കുമ്പോൾ 1,12,800 വരും. 1,12,800. വേണമെങ്കിൽ നമുക്കിവിടെ ഒന്നുകൂടി ബ്രാക്കറ്റിൽ കാണിക്കാം. 1,12,800 ഇൻറ്റു 1/6 അല്ലേ? അത് വരുന്നത് 18,800 ആണ്. 18,800 18,800. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ബെഡാണ്, അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ലോഡാണ്. അതിന് നമുക്ക് എന്ത് ചെയ്യണം? ആദ്യത്തെ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ നമുക്ക് രണ്ട് സൈഡ് ഈക്വലായിട്ട് വരയ്ക്കുക. 1,23,000 ആണ് ടോട്ടല്. അതിനെ പുറത്തേക്ക് എടുത്ത് എഴുതുക. 1,23,000 ടോട്ടല്. ദെൻ 7 3 10 1,07,200. 1,07,200 എന്ന് പറയുമ്പോൾ 15,800 ആണ് വരിക. 15,800. 15,800
15,800. അവിടെ എന്ത് ചെയ്യുക? അവിടെ ബാലൻസ് ആണ് എഴുതേണ്ടത്. ബാലൻസ് ക്യാരി ഡൗൺ, അതായത് അത് ക്ലോസിംഗ് ബാലൻസ് ആണ്. അത്രയേ ഉള്ളൂ. ബാലൻസ് ക്യാരി ഡൗൺ അത് നമുക്ക് എങ്ങനെ കിട്ടിയതാണ്? ബാലൻസിങ് ഫിഗറായിട്ട് കിട്ടിയതാണ്. അതുകൂടി അവിടെ എഴുതി വയ്ക്കുക. അടുത്തത് നമുക്ക് ഇതുകൂടി ബാലൻസ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഇത് ലോഡ് കൂടെ എഴുതണം, ടെറസർ കൂടെ എഴുതണം. ഇതുകൂടി ബാലൻസ് ചെയ്യാം നമുക്ക്. $70,000 ആണ് ടോട്ടല്. ഡബിൾ ലൈൻ ചെയ്യാം. അപ്പോൾ ഇവിടെ 7,000 ആണ് ബാലൻസിങ് ഫിഗർ നമുക്ക് കിട്ടുന്നത്. അത് ബാലൻസിങ് ഫിഗർ ആണ്, ക്ലോസിംഗ് ബാലൻസ് ആണ്. അപ്പോൾ അത് അവിടെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് എഴുതി വയ്ക്കുക. ബൈ ബാലൻസ് ക്യാരി ഡൗൺ ബ്രാക്കറ്റിൽ ബാലൻസിങ് ഫിഗർ. ഇനി നമുക്ക് ലാസ്റ്റ് അക്കൗണ്ടായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് പോവാം. അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ ഇനി ഒരു കാര്യം കൂടി, ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ബെഡ് അല്ലെങ്കിൽ എന്താണ് ലോഡ് എഴുതേണ്ടതാണ്. അത് എഴുതേണ്ടി വന്നില്ല, ഓപ്പണിംഗ് സ്റ്റോക്ക് ഇല്ല. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൻ്റെ 1,20,000 നിന്ന് റിട്ടേൺസ് കുറച്ച് അതിൻ്റെ സ്റ്റോക്ക് റിസർവ് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഇനി ക്ലോസിംഗ് ബാലൻസിൻ്റെ സ്റ്റോക്ക് റിസർവ് എഴുതേണ്ടതുണ്ട്. അപ്പോൾ അതിനെ സ്റ്റോക്ക് റിസർവ് ബ്രാക്കറ്റിലെ CL സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്കാണ്. അതെങ്ങനെയാണ് വരിക? 15,800 ഇൻറ്റു 1/6 ആണ് ഇവിടെ. 1/6 ആണ് വരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി എഴുതുക. 1/6 ആണ് വരുന്നത് അഡ്ജസ്റ്റ്മെൻറ്റിൽ. അപ്പോൾ 2,600 റൗണ്ട് ചെയ്യാൻ 2,633. 2,633. വേറൊന്നും എഴുതാനില്ലാത്ത കാരണം നമുക്കത് രണ്ട് സൈഡും ഈക്വലായിട്ട് വരയ്ക്കാം. ഇവിടെയാണ് കൂടുതൽ. 18,800 ആണ് ടോട്ടൽ വരുന്നത്. അതന്നെ ഇപ്പുറത്തേക്ക് എടുത്ത് എഴുതുക. 18,800 തന്നെ എഴുതുക. ഡബിൾ ലൈൻ ചെയ്യുക. എന്നിട്ട് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്ത് കിട്ടുന്നത് നമ്മൾ എവിടേക്കാണ്? അതാണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് റിസൾട്ട് എന്ന് പറയുന്നത്. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ള നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ് റിസൾട്ട് എന്നുള്ളതാണ്. അസർട്ടൈൻ ദ റിസൾട്ട് ബൈ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് സിസ്റ്റം എന്നാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലേ? അപ്പോൾ ഇവിടെ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് 18,800 ആണ് ടോട്ടൽ വരുന്നത്. അതിൽ നിന്ന് 6,633 രൂപ കുറയ്ക്കുമ്പോൾ 12,167 രൂപ. ഇതിന് നമുക്ക് എന്തായിട്ട് കൊടുക്കാം? ട്രാൻസ്ഫർ ടു ജനറൽ P&L അക്കൗണ്ട് എന്ന് എഴുതാം, അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് എന്ന് എഴുതാം. ജനറൽ P&L അക്കൗണ്ട് അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ്. എന്തായാലും അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചാണ്? ബാലൻസ് ചെയ്ത് കണ്ടുപിടിച്ചാണ്. അറിയാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നു. അപ്പം ഇങ്ങനെയാണ് ഈ ഏറ്റവും മിനിമൈസ് ചെയ്തിട്ട് ഇത് ചെയ്യാൻ സാധിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള അക്കൗണ്ട് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് നമ്മൾ വരച്ചിട്ടില്ല. അതുപോലെ തന്നെ എക്സ്പെൻസസ് അക്കൗണ്ട് വരച്ചിട്ടില്ല. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് വരയ്ക്കാത്തതിൻ്റെ കാരണം നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞ, അല്ലെങ്കിൽ പ്രിപ്പയർ നെസസറി അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് വരയ്ക്കാഞ്ഞത് കേട്ടോ. എക്സ്പെൻസ് അക്കൗണ്ട് വരച്ചിട്ടില്ല. നമുക്ക് ഇവിടെ ഒരു പെട്ടെന്ന് റിസൾട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് എന്ത് മാത്രം പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്, ഏറ്റവും ചുരുങ്ങിയ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്ത് ഈ പ്രോബ്ലം ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കുട്ടികൾ മനസ്സിലാക്കുക. നമുക്ക് ഇങ്ങനെ ചോദിച്ചാൽ മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലാത്തൊരു സമയത്തും ഇത് ചെയ്യാൻ സാധിക്കില്ല. എന്തായാലും ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്ക് എടുക്കാനോ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സമയമില്ല. കുറച്ച് നേരത്തെയാണ്, എങ്കിലും വേറൊരു പുതിയ ടോപ്പിക്ക് എടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ള സമയമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.